കഴിഞ്ഞ 15 ദിവസമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ എത്താത്തതിനെ തുടർന്നുണ്ടായ കോലാഹലമൊക്കെ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്തതാണ്. പ്രതിപക്ഷ നിര ഒന്നാകെ ശക്തമായി പറഞ്ഞത് നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് മേലുണ്ടായ കടുത്ത പോലീസ് ആക്രമണം, അതിൽ പരിക്കേറ്റ് പലരും ഗുരുതരമായി പരിക്കുകളോടെ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അതിന് മറുപടി പറയാനായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലേക്ക് എത്തണം എന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ അമിത്ഷാ ഈ പാർലമെന്റിലേക്ക് എത്താൻ തയ്യാറായില്ല. എന്നാൽ പാർലമെന്ററി ചാർജുള്ള മന്ത്രി റിജിജു പറഞ്ഞത് അദ്ദേഹം പാർലമെന്റ് കോമ്പൗണ്ടിൽ എല്ലാ ദിവസവും എത്തുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം മടങ്ങിപ്പോകുന്നുമുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, പാർലമെന്റിലെത്തിയാൽ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളെ തടുക്കാൻ കഴിയാത്ത വിധമുള്ള വാക്കുകളാവും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരിക എന്ന ഒരു ഭീഷണി കൂടി റിജിജു പറയുകയുണ്ടായി. അങ്ങനെ 15 ദിവസം കഴിഞ്ഞു. ഇതാ ഇന്ന് രാവിലെ അണ്ണനും തമ്പിയും കൂടി പാർലമെന്റ് കൂടുന്ന ആ പാർലമെന്റ് സഭയിലേക്ക് എത്തി വന്ദേമാതരം ആലപിച്ച ശേഷം തിരിച്ചു പോവുകയും ചെയ്തു. പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ചോദിക്കാനോ അതുപോലെ തന്നെ മോദിക്കോ അമിത്ഷായ്ക്കോ എന്തെങ്കിലും പറയുവാനോ ഉള്ള സാഹചര്യം പോലും അവിടെ ഉണ്ടായില്ല. മോദിയും അമിത്ഷായും കെട്ടിപ്പിടിച്ചുകൊണ്ട് അണ്ണനും തമ്പിയുമായിട്ട് അണ്ണൻ തമ്പിമാരെ പോലെ പാർലമെന്റിലേക്ക് എത്തി വന്ദേമാതരമൊക്കെ ആലപിച്ചു. സന്തോഷത്തോടെ ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് പിരിയുകയും ചെയ്തു. എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർത്ത് നോക്കണേ. പ്രതിപക്ഷം, അതായത് ഒരു സഭ എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്നതാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ സാധാരണ ഭരണപക്ഷം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിനാണ് അവരെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം അത് നിറവേറ്റാനായിട്ട് അമിത്ഷാ തയ്യാറാകുന്നില്ല, ആഭ്യന്തരമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടേ എന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ചീഞ്ഞു നാറുന്നത് എന്ന് അമിത്ഷായ്ക്കും മോദിക്കും മാത്രമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാർലമെന്റിലേക്ക് എത്തുന്നില്ലേ എന്ന ഒരു ആക്ഷേപം ഏതൊക്കെയായാലും ഇതോടുകൂടി മാറി പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൈ കോർത്തു പിടിച്ചുകൊണ്ട് എത്തുകയും വന്ദേമാതരം ആലപിച്ച ശേഷം സല്യൂട്ട് പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം നടന്ന ചായ സൽക്കാരത്തിൽ പ്രതിപക്ഷം ആ ചായ സൽക്കാരം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്ങനെ ബഹിഷ്കരിക്കാതിരിക്കും? ഒരു ആവശ്യവുമായിട്ട് 18 ദിവസമായിട്ട് പാർലമെന്റിൽ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവരുടെ ആവശ്യം നിറവേറും എന്ന് കണ്ട അവർ വന്നപ്പോൾ, അതായത് അമിത്ഷാ വന്നപ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആ ഒരു ആവശ്യം നിറവേറും, അവരുടെ ഡിമാൻഡ് അംഗീകരിക്കും, അവരുടെ ആരോപണത്തിന് മറുപടി ഒക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നിര വിചാരിച്ചത്. പക്ഷേ രണ്ടുപേരും കൂടെ വന്നു, സഭയിൽ കയറി വന്ദേമാതരമൊക്കെ ആലപിച്ചു, സല്യൂട്ട് പറഞ്ഞ് പോവുകയും ചെയ്തു. എന്താണ് ഇങ്ങനെ അമിത്ഷായ്ക്ക് സംഭവിച്ചത്? അമിത്ഷാ എന്താണ് ഈ മറുപടി പറയാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നിരയിൽ നിന്നും ഒളിച്ച് പോകുന്നത്? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. മടിയിൽ കനമില്ലാത്തവർക്കൊന്നും പേടിക്കണ്ട. മടിയിൽ കനമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേടിക്കണം. അങ്ങനെ മടിയിൽ കനമുള്ള അമിത്ഷാ പ്രതിപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ തലത്തിലേക്കാണ് ഈ അമിത്ഷായുടെ ഭയം പോകുന്നത് എന്ന് മാത്രം നമുക്കിനി അറിഞ്ഞാൽ മതി. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം പകുതി വരെ നിറവേറി. കാരണം സഭയിലേക്ക് എത്തുന്നില്ല എന്നാണല്ലോ ഏറ്റവും വലിയ പരാതി ഉണ്ടായിരുന്നത്. സഭയിലേക്ക് എത്തിയെന്നേ, പരാതി തീർക്കാനായില്ലേ? ഇനി അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് പ്രതിപക്ഷമേ നിങ്ങൾ ശാന്തരാകുവിൻ, അതേ പറയാനുള്ളൂ.